ഇന്നത്തെ വീഡിയോയിൽ ഒരു നാടൻ സിമ്പിളായിട്ടുള്ള തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ കാണുന്നതാണ് നിത്യവഴുതനങ്ങ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ സംഭവം കാണുന്നത്. ഇതുവരെ കണ്ടിട്ടുമില്ല, ഉണ്ടാക്കിയിട്ടുമില്ല. കണ്ടപ്പോൾ നല്ല രസം തോന്നി കേട്ടോ. മുല്ലമൊട്ട് പോലെയോ ഗത പോലെയൊക്കെ തോന്നി. പക്ഷേ ഇത് മെഴുക്കുവരട്ടി വെച്ചാലോ തോരൻ വെച്ചാലൊക്കെ നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ തഴച്ച് വളരുന്നൊരു ചെടിയാണ് കേട്ടോ. നമുക്ക് വലിയ പരിചരണങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും പെട്ടെന്ന് തന്നെ നന്നായി വളരുന്നൊരു ചെടിയാണ് ഈ നിത്യവഴുതനങ്ങ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു കയറ് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ വേഗം പിടിച്ച് വളർന്നോളും. പിന്നെ അതുപോലെ തന്നെ 6 മാസം വരെയൊക്കെ നമുക്ക് ഈ നിത്യവഴുതനങ്ങ നന്നായിട്ട് അതിൽ നിന്ന് നമുക്ക് കായൊക്കെ കിട്ടും. പിന്നെ ഈ മഴക്കാലത്ത് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ചെടി അത്ര നന്നാവില്ല. മഴക്കാലം കഴിഞ്ഞതിന് ശേഷം നട്ടു കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ വിത്താണ് നമ്മൾ മെയിനായിട്ട് ചെടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിത്യവഴുതനങ്ങയുടെ തോരൻ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ നിത്യവഴുതനങ്ങയുടെ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്. അതുകൊണ്ട് കുറച്ച് കോവയ്ക്കയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കുറച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് അരമുറി തേങ്ങ, ഒരു സവാള, പച്ചമുളക്, ഇത്തിരി മഞ്ഞൾപ്പൊടി. അതിൽ തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ നിത്യവഴുതനങ്ങ മാത്രം വെച്ച് തോരൻ വെച്ചാലാണ് കേട്ടോ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഉള്ളിയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് സാധാരണ നമ്മൾ തോരൻ വെക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ തോരൻ വെക്കുന്നത്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നിത്യവഴുതനങ്ങയും കോവയ്ക്കയും കൂടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം വെന്ത് പാകമായിട്ടുണ്ട്. വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നിത്യവഴുതനങ്ങ ഇതുപോലെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ ഇത് നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് പിടിക്കാവുന്ന ഒരു ചെടിയാണ്. നന്നായി തഴച്ച് വളരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ.